ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് ബീൻസും ക്യാരറ്റും ആണ്. ഒരു ക്യാരറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ആദ്യമേ തന്നെ ക്യാരറ്റും ബീൻസും നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് അരിയുക. ഞാൻ അതുപോലെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്നത്. അതിനായി ഒരു ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കർ അല്ലാതെ പാനിലിട്ട് തന്നെ മൂടി വെച്ച് തീ കുറച്ചിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇവിടെ എളുപ്പത്തിന് വേവിക്കാൻ വേണ്ടി ഞാൻ കുക്കറാണ് ഉപയോഗിച്ചേക്കുന്നത്. അതിനുശേഷം ഇതുപോലെ 3-4 അല്ലി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും എടുത്ത് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കുക. പാൻ ചൂടാക്കിയതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇടുന്നുണ്ട്. കടുകിട്ട് മൂപ്പിച്ച ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും ഇടാവുന്നതാണ്. ഇതുകൂടാതെ നമുക്ക് 2 മുളകും അതുപോലെ തന്നെ 2 തണ്ട് വേപ്പിലയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ്. ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി കുക്കറിൽ നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വിസിലിന് ശേഷം കുക്കറിലെ ക്യാരറ്റും ബീൻസും വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിയും ഉള്ളിയും വെളുത്തുള്ളിയും മൂത്ത ശേഷം ഇതിലേക്ക് ഇടാവുന്നതാണ്. ഇവിടെ ഞാൻ ഉള്ളി വെളുത്തുള്ളിക്കൊപ്പം 2 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇവിടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കുക്കറിലുള്ള ബീൻസും ക്യാരറ്റും ഇതിലേക്ക് ഇടാം. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് മൂടി വെച്ച് വേവിക്കേണ്ടതില്ല, കാരണം ഇത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇവിടെ ഞാനിത് വെള്ളം വറ്റിച്ച് എടുക്കുന്നുണ്ട്. ചോറിനോട് കൂടി കഴിക്കാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെള്ളം വറ്റി വന്ന് ബീൻസും ക്യാരറ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.